ഹലോ മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ് എല്ലാം കഴിയത് പ്ലസ് വണ്ണിലോട്ട് വരാൻ പോവുകയാണ്. പ്ലസ് വണ്ണിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 3 സ്ട്രീംസുകളുണ്ട്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അല്ലേ. അതിൽ കൊമേഴ്സ് സ്ട്രീമിലോട്ട് വരുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് പല കോർ പേപ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു ഓപ്ഷണൽ പേപ്പേഴ്സിൻ്റെ കൂടെയാണ്. ഓപ്ഷണൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷണൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇത് 4 ഒരേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പേപ്പേഴ്സ് തന്നെയാണ്. അതിൽ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ നിങ്ങൾ IT പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ആണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നത്. അപ്പോൾ ഈ പ്ലസ് 1 വരുമ്പോഴാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം വരെയുള്ള കുട്ടികളുടെ സിലബസ് ആയിരിക്കില്ല നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ പ്ലസ് 1 വരുമ്പോഴാണെങ്കിൽ പ്ലസ് 1 നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും വേൾഡ് മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ഉള്ള പൈത്തൺ ആയിരിക്കും. ഈ പൈത്തൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം പ്രോഗ്രാമിങ്, മെഷീൻ ലേണിങ്, നിങ്ങളുടെ പല പ്രോഗ്രാമിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ് മക്കളെ ഈ പൈത്തൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പൈത്തൺ ആയിരിക്കും നിങ്ങൾക്ക് ഇനി ഈ പ്ലസ് 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോട് വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പൈത്തണും അതിൻ്റെ ഒപ്പമാണ് കുറേ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ, പിന്നെയാണെങ്കിൽ നമ്മൾ ബൂളിയൻ ആൾജിബ്ര പഠിക്കുന്നുണ്ട്, പിന്നെ നമ്പർ സിസ്റ്റംസ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഹയസ്റ്റ് മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു സിലബസ് തന്നെ ആയിരിക്കും നിങ്ങൾ പ്ലസ് 1 നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു IT ഫേമിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ കോഴ്സ് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ കൊമേഴ്സിൻ്റെ കൂടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത് സാറേ കൊമേഴ്സ് ഫീൽഡിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ സാറേ, ഞങ്ങൾക്ക് ഒരിക്കലും CA ഫീൽഡിൽ പോകാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതെടുത്താലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് BCAക്ക് പോകുന്ന പിള്ളേർക്കാണെങ്കിൽ അതിൻ്റെ ബേസായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ കോഴ്സ് തന്നെയാണ് കൊമേഴ്സ് സ്ട്രീമിൻ്റെ ഒപ്പം തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമല്ല പല തിയറി കാര്യങ്ങളും പല അഡ്വാൻസ്ഡ് കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സൈലത്തിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് വീണ്ടും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.